ധാരാളം കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ പ്രായത്തിൽ തന്നെ ലഹരിക്കൊക്കെ അടിമയാകുന്നതും അത്തരം ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന ശൃംഖലയിലൊക്കെ പെട്ടുപോകുന്നതും പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയും ആത്മഹത്യ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം സാഹചര്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളിലും അധ്യാപകരിലും ഒക്കെ വലിയൊരു പേടി ഉണ്ടാകുന്നുണ്ട്. ഒരു സാമൂഹികപരമായിട്ട് തന്നെ വലിയൊരു പേടി വളർന്നു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫലപ്രദമായി എന്ത് ചെയ്യാം, ഫലപ്രദമായി എങ്ങനെ ഇടപെടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളിലെ ലഹരി ഉപയോഗം സ്കൂൾ തലം മുതലേ കൂടി വരുന്നത് മാതാപിതാക്കളെ അധ്യാപകരെ ഒക്കെ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാതാപിതാക്കളാണ് ഇതിനെ സംബന്ധിച്ചുള്ള പേടി കൂടിയിട്ട് കുട്ടികളെ അമിതമായി കൺട്രോൾ ചെയ്യാനും കുട്ടികളുടെ പുറകിനെപ്പോഴും നടക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേടി ഭയവും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളെന്ന നിലയിൽ സ്കൂളെന്ന നിലയിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഇത്തരം ഒരു സബ്ജക്റ്റ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ കാര്യത്തിൽ വളരെ ശക്തമായ ബോധവൽക്കരണം ഈ കാര്യത്തിൽ ആവശ്യമാണ്. ആരാണ് ഈ ബോധവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ അപകടത്തിലൊക്കെ പെടുമ്പോൾ അവരെ സഹായിക്കുന്ന സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, അത്തരത്തിലുള്ള പ്രാവീണ്യം നേടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുന്ന അധ്യാപകർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. വളരെ സങ്കടകരമായ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പലപ്പോഴും എക്സൈസ് ഓഫീസർമാരും പോലീസുകാരും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ പ്രവണതയാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ പോലീസും എക്സൈസും ഒക്കെ കുറച്ച് മാറി നിന്നുകൊണ്ട് ഒരു വളരെ ഗൗരവപരമായി ഇതിനെ ചെറുക്കേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രവണതകൾ വരുമ്പോൾ ഒരല്പം പേടിയോടുകൂടി കുട്ടികളൊക്കെ കാണേണ്ട അല്ലെങ്കിൽ അത് ചെറുക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെ സ്കൂളുകളിലൊക്കെ ചെല്ലുകയും മാത്രമല്ല അവർ പലപ്പോഴും കൊടുക്കുന്ന സന്ദേശങ്ങൾ ഈ ലഹരിയെ കുറച്ചൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് എല്ലാം പകർന്നു കൊടുത്തുകൊണ്ടും അതിനെ ഈ ലഹരി ഉപയോഗിക്കുന്നവരെയൊക്കെ ഒന്ന് ഹീറോകളാക്കിക്കൊണ്ടൊക്കെയുള്ള സംഭാഷണങ്ങൾ പലയിടത്തും കേൾക്കാറുണ്ട്. ഞാനൊരു കോളേജിലൊരിക്കൽ ചെന്നു. കേരളത്തിലെ അറിയപ്പെടുന്നൊരു കോളേജാണ്. അവിടുത്തെ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ചെന്നതാണ്. അപ്പോൾ ചോദിച്ച് ഒരു സ്ലോട്ട് വാങ്ങിച്ച ആ പ്രോഗ്രാമിനിടയിൽ ഒരു എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ വന്നു, ക്ലാസ് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ അത് എടുക്കുന്ന ക്ലാസ് ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളി പറയുന്നതെല്ലാം പുള്ളി ഓരോ ക്രിമിനൽ കേസുകൾ പിടിച്ചതും അതിലെ ലഹരിയുടെ എത്ര ഗ്രാം ലഹരി ഉണ്ടായിരുന്നു, അതെങ്ങനെ അവന് ഊരിപ്പോയി, എങ്ങനെ വീണ്ടും പിടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലേക്ക് എത്തേണ്ട കാര്യങ്ങളല്ല എത്തുന്നത്. ഇത്തരത്തിലുള്ള ലഹരി എന്നോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ പേരും വിവരവും അതിൻ്റെ വർണ്ണനയും ചെയ്യാനല്ല നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്നത്. ഇത്തരം ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. മാത്രമല്ല അതിനേക്കാളും പ്രധാനം കുട്ടികൾക്കൊരു നല്ല ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കുക, അതിലൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ഹീറോ ആകാം, ജീവിതം തന്നെ എങ്ങനെ ലഹരിയാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവരുടെ ഉള്ളിൽ എത്തിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ പരിശീലനം കിട്ടിയവരും അതിൽ വൈദഗ്ധ്യമുള്ളവരുമായ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പോലീസും എക്സൈസും ഒക്കെ ചെയ്യേണ്ടത് ആ സ്കൂളിന് ചുറ്റുമൊക്കെ ഇത് വിപണനം നടത്തുന്ന ആൾക്കാരെ അന്വേഷിച്ചിറങ്ങുക, അവരെ പിടിക്കുക, അവരുടെ കണ്ണികൾ പൊളിക്കുക, അത്തരം ശൃംഖലകളെ ഇല്ലാതാക്കുക, ഇതൊക്കെ ഫലപ്രദമായിട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതൊന്നും സത്യത്തിൽ ചെയ്യുന്നുമില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ ഇത്തരം വിപണനങ്ങൾ നോക്കുന്നോ അവിടെയെല്ലാം അതൊക്കെ വളരെ സുഖകരമായി നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇതൊക്കെ മീഡിയേറ്റ് ചെയ്യാൻ വരെ ഇവരൊക്കെ പോകുന്നുണ്ട്. ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എടുത്ത് ഇത്തരം ആൾക്കാർ വന്നൊരു ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു കേസ് പിടിക്കുകയും ആ പ്രിൻസിപ്പലും അവിടുത്തെ ഒരു പുരുഷ അധ്യാപകനും കൂടെ പോലീസിനെ വിളിക്കുകയും എക്സൈസിനെ വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതൊന്നും ഒരു വിഷയമാക്കണ്ട, അതൊക്കെ നമുക്കങ്ങ് പറഞ്ഞു തീർക്കാമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പോലീസ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ബോധവൽക്കരണം എന്ന് പറയുന്നത് അതിൻ്റെ ശരിയായ രീതിയിൽ നടക്കണം. അതിന് വൈദഗ്ധ്യമുള്ളവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരണം. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ ബോധവൽക്കരണം നടത്തുന്ന പലരും പുകയിലയും മദ്യമൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഒരു ക്ലാസ് ഞാൻ കേട്ടത് ഒരു പോലീസ് ഓഫീസർ പറയുകയാണ്, ഞാൻ 2 അടിക്കും പക്ഷെ അതിന് കുഴപ്പമില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കൊണ്ടാണോ ക്ലാസ് എടുപ്പിക്കേണ്ടത്? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് മറുവശമുണ്ട്. കാരണം പോലീസിലും
പിന്നെ എക്സസൈസിലും ഒക്കെ ഇതിൽ വൈദഗ്ധ്യമുള്ള, അതിൽ വളരെ എക്സ്പേർട്ടുകളായിട്ടുള്ള ചുരുക്കം പേര് കാണും, അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പിയർ പ്രഷറിനെ അതിജീവിക്കാൻ കുട്ടികളെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു കാര്യം, ഈ ഏർലി ടീനിൽ കുട്ടികളെ വ്യക്തിത്വ വികസനം ഉറപ്പിക്കുന്നില്ല, വൈകാരിക ബുദ്ധിശക്തിയും മാനസികാരോഗ്യമൊക്കെ ബലപ്പെടുത്തുന്നില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഒരുപാട് ട്യൂഷനും കൊടുത്ത്, കോച്ചിങ്ങും കൊടുത്ത്, അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാതെ, പൊതുവിദ്യാലയങ്ങളിലൊക്കെ ഈ ചെറിയ ക്ലാസ്സുകളിലൊന്നും കുട്ടികളെ അധികം ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ഇതൊക്കെ പോയി നിരീക്ഷിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അവിടെയൊക്കെ ഒരു 9, 10 ആകുമ്പോഴത്തേക്കാണ് എല്ലാവരും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കും. ഒരു ഏർലി ടീനിൽ കുട്ടികളെ നിരന്തരമായി പിന്നെ എക്വിപ്പ് ചെയ്യുകയും അവരെ ഈ പിയർ പ്രഷർ, പ്രത്യേകിച്ച് സൗഹൃദ വലയങ്ങളിൽ പോയി വീണ് തെറ്റിൽ വീഴാതിരിക്കാൻ, നല്ല സൗഹൃദങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, നോ പറയേണ്ടത് എങ്ങനെയാണ്, ചെറുത്ത് നിൽക്കേണ്ടത് എന്താണ്, തള്ളേണ്ടത് എന്താണ്, കൊള്ളേണ്ടത് എന്താണ്, എന്തൊക്കെ സ്വീകരിക്കുക, എന്തൊക്കെ സ്വീകരിക്കരുത്, പിന്നെ കുട്ടികളിൽ നല്ല ലക്ഷ്യബോധം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ഒരു ഏർലി ടീനിൽ നമ്മൾ കുട്ടികളിൽ ചെലുത്തേണ്ടതായ ഒരു കാര്യം. പലപ്പോഴും ആ സമയത്തൊക്കെ ഈ സംഘടിതമായ പല ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ ഈ കുട്ടികൾ പോവുകയും സ്കൂളിൽ നിന്ന് കിട്ടാത്തതും കൂടി അവിടെ ചെന്ന് പലപ്പോഴും നേടിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. പിയർ പ്രഷറിനെ ഫൈറ്റ് ചെയ്യാൻ കുട്ടികളെ നമ്മൾ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയാണ്. പ്രത്യേകിച്ച് ഏർലി ടീനിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ശക്തരായ അധ്യാപകരായിരിക്കണം. അവർക്ക് നല്ല വ്യക്തിത്വ വികസനം ഉണ്ടായിരിക്കണം. അവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെ അതിനോടൊക്കെ പോരാടാൻ കരുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു വലിയ പ്രചോദനമായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ മാതാപിതാക്കൾ കുട്ടികളെ വളരെ പിന്നെ ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കാനും അവർക്ക് എല്ലാത്തരം സപ്പോർട്ട് കൊടുക്കാനും തയ്യാറാവണം. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമോ അതിനൊക്കെ പറ്റുന്ന ആൾക്കാരോ വീട്ടിലില്ല എന്നുള്ളത് വലിയ കുഴപ്പമാണ്. വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള പുകയിലയും മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുള്ളതും കുട്ടികൾക്ക് വളരെ ദോഷം ചെയ്യും. അപ്പോൾ ഈ കുട്ടികളൊക്കെ ടീനേജിലേക്ക് വരുമ്പോൾ അവരുടെ ഗ്രഹ അന്തരീക്ഷം, അവരുടെ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ കുറേ കൂടി ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. അത്തരത്തിലുള്ള നല്ല മാതൃകളായി അച്ഛനും അമ്മയൊക്കെ മാറിയാൽ ഒരു പരിധിവരെ അത് തന്നെ വലിയൊരു സ്വാധീനമായിരിക്കും. അവർക്ക് എന്ത് വന്ന് വീട്ടിൽ പറയാനും അവരെ പ്രത്യേകം ശ്രദ്ധിക്കാനും അവരുമായിട്ട് നന്നായിട്ട് ആശയവിനിമയമൊക്കെ ചെയ്താൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും. പിന്നെ ചില മാതാപിതാക്കളൊക്കെ ചെയ്യുന്ന എല്ലാ ദിവസവും അവരുടെ ബുക്ക് പരിശോധിക്കുക, ബാഗ് പരിശോധിക്കുക. ഒരു കള്ളനെ പോലെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ എപ്പോഴും അവരുടെ ബാഗ് പരിശോധിക്കുകയും ബുക്ക് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുട്ടികളെ കൂടുതൽ അകലാനെ അവസരം ഉണ്ടാക്കുള്ളൂ. അത് വലിയ ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് തിരിച്ചറിയാനും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ പഠിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കണ്ണിലൊക്കെ ചില ചുവപ്പ് കളറൊക്കെ ഉണ്ടാവുക, അമിതമായി ഉറങ്ങുക, അല്ലെങ്കിൽ ഉറക്കം ഇല്ലാതിരിക്കുക, അമിതമായ ദേഷ്യം കാണിക്കുക, അതുപോലെ തന്നെ പഠനത്തിൽ പുറകോട്ട് വരിക, മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്കൊക്കെ ചെന്ന് വീഴുന്നതായിട്ട് കാണുക, അതുപോലെ തന്നെ പല പൈസ എടുത്തുകൊണ്ട് പോവുക, കള്ളം പറയുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കുട്ടികളിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അതിൻ്റെ പുറകിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇതൊക്കെ ചില സൂചനകൾ നമുക്ക് തരും. ഇത്തരം സൂചനകളെയൊക്കെ മാതാപിതാക്കൾ മനസ്സിലാക്കുകയും അധ്യാപകരൊക്കെ മാതാപിതാക്കളോട് എന്തെങ്കിലും ഒരു ഡൗട്ട് പറഞ്ഞാൽ അതിനെയൊക്കെ ഒന്ന് മാനിക്കുകയും അധ്യാപകർ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും അതനുസരിച്ചൊക്കെ ആ കുട്ടികളെ ശ്രദ്ധിക്കുകയും കുട്ടികളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടുകയും ഒക്കെ ചെയ്യുകയും അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വളരെ സുസ്ഥിരമായി നിലനിർത്താനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ സമയത്ത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സ്കൂളെന്ന് പറയുന്നത് ഒരു ട്യൂട്ടോറിയൽ കോളേജല്ല, കുറച്ച് നോട്ട്സ് കൊടുത്ത് പഠിപ്പിച്ച് പരീക്ഷ എഴുതിക്കുന്ന ഒരു സെൻറ്റർ അല്ല സ്കൂളെന്ന് പറയുന്നത്. സ്കൂളെന്ന് പറയുന്നത് സാംസ്കാരിക കേന്ദ്രമാണ്. അവിടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനം ഉണ്ടാകണം, നല്ല കാഴ്ചപ്പാട് അവർക്ക് കൊടുക്കണം. ദൈനംദിന ജീവിതത്തിൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പഠിത്തവും ടെക്സ്റ്റ് ബുക്കും പരീക്ഷയോടൊപ്പം തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരിടമാണ് സ്കൂളുകൾ. അത്തരം സ്കൂളുകൾ കുറേ കൂടെ വിദ്യാഭ്യാസപരമായ ക്വാളിറ്റിയിൽ ഉയർന്നാൽ തന്നെ ഇതിനെയൊക്കെ കുറേ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അധ്യാപകർക്ക് നിരന്തരമായ പരിശീലനങ്ങൾ കൊടുക്കണം. കാരണം ഈ ടീനേജിലുള്ള കുട്ടികളെയൊക്കെ സ്വാധീനിക്കാനും ഇൻസ്പയർ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ പറ്റണമെങ്കിൽ അധ്യാപകർക്ക് നല്ല പരിശീലനങ്ങൾ ആവശ്യമാണ്. സ്കൂളിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നിരന്തരമായ ഗൈഡൻസ് ആവശ്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള
പിന്നെ മാർഗനിർദ്ദേശ പരിപാടികളും കൗൺസിലിംഗ് പ്രോഗ്രാമുകളും ഒക്കെ നിരന്തരമായിട്ട് സംഘടിപ്പിക്കണം. അത് ചെയ്യാത്ത സ്കൂളുകളെ പീനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല സ്കൂളുകളിലും ഇതൊന്നും നടക്കുന്നില്ല. ചുമ്മാ അത് ആവശ്യമില്ല, കുട്ടികൾക്കൊന്നും ആവശ്യമില്ലാത്ത കുറേ ആഘോഷങ്ങളൊക്കെ നടത്തി കയ്യടി വാങ്ങിക്കുന്ന അധ്യാപകരും മറ്റുമൊക്കെ ഉണ്ട്. അത് അത്തരം ആഘോഷങ്ങളല്ല സ്കൂളിന് ആവശ്യം. കുട്ടികളുടെ വളർച്ചാ സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന പ്രോഗ്രാമുകൾ നിരന്തരമായിട്ട് സ്കൂളിലുണ്ടായേ പറ്റുള്ളൂ. അതുപോലെ സ്കൂളിന് ചുറ്റും ഒരു സോഷ്യൽ വിജിലൻസ് ആവശ്യമാണ്. പ്രത്യേകിച്ച് PTA, പേരൻറ്റും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടുക, മാതാപിതാക്കളുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ, മാതാപിതാക്കളെ മാത്രമല്ല ഒരു സ്കൂളിന് ചുറ്റുമുള്ള സാമൂഹിക പ്രവർത്തകർ, ഇതുപോലുള്ള കൗൺസിലേഴ്സ്, അങ്ങനെയൊക്കെയുള്ള സൈക്കോളജിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരു സ്കൂളിന് ചുറ്റുമുണ്ടെങ്കിൽ, ആ സ്കൂളിൻ്റെ അലുമിനായി ആയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിജിലൻസ് ആ സ്കൂളിന് ചുറ്റും ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ പങ്കാളിത്തവും അല്ലെങ്കിൽ സഹകരണവും ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം ആൾക്കാർ സ്കൂൾ അധികൃതർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി പോസിറ്റീവായിട്ട് കൈത്താങ്ങ് കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വം ഈ ഓഫീസർമാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സ്കൂളുകളും സംരക്ഷിക്കപ്പെടണം. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയാണ് ആ സ്കൂളിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള വലിയ സാമൂഹിക ജാഗ്രത നമ്മുടെ സമൂഹത്തിലുണ്ടായേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൊതുവിദ്യാഭ്യാസം ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസമായി മാറുന്നത്. ഇന്ന് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ ചുറ്റുമൊക്കെ ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ പൂട്ടിയിട്ടും പിന്നെ സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തിയും ഒക്കെ പോകുന്നത് കൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇത്രയധികം കാര്യങ്ങൾ സ്കൂളിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവിടെയും പുറത്ത് ചെല്ലുമ്പോഴും ട്യൂഷന് ചെല്ലുമ്പോഴും കോച്ചിങ്ങിന് ചെല്ലുമ്പോഴും ഒക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ ലഹരിയിലേക്ക് പോകുന്ന കുട്ടികളിൽ ഒരു ഹെറിഡിറ്ററി ഫാക്ടറുണ്ട്, എൻവയോൺമെൻറ്റ് ഫാക്ടറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിൽ തന്നെ അത്തരം പുകയിലേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രോത്സാഹനമാണ് കുട്ടികളെ സംബന്ധിച്ച്. അതുപോലെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ മുൻ തലമുറയിലോ ഒക്കെ ഇങ്ങനെയുള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മദ്യാസക്തിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവരിൽ ഇത്തരം സാധ്യതകളൊക്കെ വളരെ കൂടുതലായിരിക്കും. അത് വളരെ ശ്രദ്ധിക്കുകയും അത്തരം കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് കരുതുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിനിമയൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ കാണിക്കുകയും അതിനെയൊക്കെ പർവ്വതീകരിച്ചും അതിനെയൊക്കെ ഹീറോകളാക്കിയും ഒക്കെ കാണിക്കുന്ന സിനിമകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നത് ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ നമ്മളങ്ങ് പിന്നെ പത്മ അവാർഡുകൾ വരെ വാരിക്കോരി കൊടുക്കുമ്പോൾ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് സിനിമാ രംഗം രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വളരെ അപൂർവ സിനിമകൾ ഒഴിച്ച് ഇന്നിറങ്ങുന്ന ബഹുഭൂരിപക്ഷം സിനിമകളും വയലൻസും അക്രമങ്ങളും അതുപോലെ തന്നെ ഡ്രഗ്സും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ എക്സ്പ്ലിസിറ്റായിട്ട് കാണിക്കുന്ന സിനിമകളാണ്. ഇത് കുട്ടികളെ അതിഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ നല്ല സിനിമകൾ കാണിച്ചാൽ മനുഷ്യൻ നല്ലതാവുമോ, ഈ ചീത്ത സിനിമകൾ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണോ കുട്ടികൾ ചീത്ത? അതല്ല. മാനസിക ആരോഗ്യം കുറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ, വ്യക്തിത്വ വികസനം കുറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ, അവരെയൊക്കെ ഈ സിനിമകളൊക്കെ അതിഭയങ്കരമായിട്ട് സ്വാധീനിക്കാറുണ്ട്. സിനിമാ നടന്മാരും അവരുടെ ശൈലികളൊക്കെ സ്വാധീനിക്കാറുണ്ട്, അവരുടെ വേഷത്തെ പോലും അത് സ്വാധീനിക്കാറുണ്ട്, ഭക്ഷണത്തെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ലതായി ഒരുക്കപ്പെടാത്ത, ശക്തമായ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിൽ സിനിമയൊക്കെ അതിഭീകരമായി കുട്ടികളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ശക്തമായ വിദ്യാഭ്യാസമാണ്. ഒരു രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗവും വിദ്യാഭ്യാസം തകർത്താൽ മതി. അപ്പം തകർന്നു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ സിനിമയ്ക്കൊക്കെ അതിഭീകരമായിട്ട് കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നല്ല സിനിമകൾ ഇറങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അതിഭീകരമായ സിനിമകൾ ഇറങ്ങുന്നു എന്നുള്ളത് വലിയൊരു കേഴ്സ് തന്നെയാണ്, അതിനൊരു സംശയമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം കുറേ കൂടെ ഉയർന്ന തലത്തിലേക്ക് വരണം, ഒരു സംശയമില്ല. പിന്നെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പിന്നെ വീടുകളായാലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായാലും കുട്ടിയുടെ കലാപരമായ കായികപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ സമൂഹത്തിലെ പൊതു കളിസ്ഥലങ്ങളെല്ലാം പുനർജീവിപ്പിക്കപ്പെടുകയും അവിടെയൊക്കെ കളികളെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യപരമായ കളികൾ, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ ശരിയായ അർത്ഥത്തിൽ എന്തെങ്കിലും മാർക്ക് വാങ്ങിക്കാനും ഗ്രേസ് മാർക്ക് കിട്ടാനും ഒക്കെ വേണ്ടി കാണിക്കുന്ന ഈ ഒപ്പീര് പരിപാടികൾക്കപ്പുറത്തേക്ക് കലയും സംസ്കാരവും സ്പോർട്സും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കാണുന്നൊരു വലിയ ദോഷം ഈ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊന്നും തന്നെ സ്പെഷ്യൽ
സ്പെഷ്യലൈസ്ഡ് സ്പോർട്സ് അധ്യാപകരില്ല, സാംസ്കാരിക പ്രവർത്തനങ്ങളൊന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ അവസരമില്ല. പല ഹയർ സെക്കൻഡറി സ്കൂളുകളും പഠിത്തവും ട്യൂഷനും കോച്ചിങ്ങും മാത്രമായിട്ട് ഒതുങ്ങിപ്പോവാണ്. ധാരാളം സ്കൂളുകളിൽ തന്നെ ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളൊക്കെ സ്ഥാപിച്ച് അല്ലെങ്കിൽ അത്തരം ആൾക്കാരുമായിട്ട് ടൈപ്പിലായി കുട്ടികൾക്കൊന്നും കളിക്കാൻ പോലുള്ള അവസരങ്ങൾ കൊടുക്കാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ അനാരോഗ്യപരമായ പ്രവണതകളാണ്. കുറച്ച് പേരെ ഡോക്ടറും എഞ്ചിനീയറും ആക്കാനും കുറച്ച് പേരെ മിടുക്കരാക്കാനും വേണ്ടി ബഹുഭൂരിപക്ഷം കുട്ടികളെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മാനസിക ആരോഗ്യവും നല്ല വൈകാരിക ആരോഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴിതെറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ഹാപ്പി ചിൽഡ്രൻ, നല്ല സന്തോഷമുള്ള കുട്ടികൾ ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രതിരോധിച്ച് നിൽക്കും. സന്തോഷമില്ലാത്ത, വിഷമമുള്ള, സ്ട്രെസ്സുള്ള, മാനസികാരോഗ്യത്തിലും വൈകാരിക ആരോഗ്യത്തിലൊക്കെ കുറഞ്ഞു നിൽക്കുന്ന കുട്ടികളെയാണ് മറ്റുള്ളവർക്ക് എളുപ്പം സ്വാധീനിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ തെറ്റിൽ പോയി വീഴാൻ കൂടുതൽ പൊട്ടൻഷ്യലുള്ളതും. ആൺകുട്ടികൾ മാത്രമല്ല, ധാരാളം പെൺകുട്ടികളും ഇന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് വീഴുന്നു. അതുപോലെ തന്നെ ഈ മണ്ടന്മാരും മിടുക്കന്മാരും ആക്കുന്ന പരിപാടി നിർത്തുക. സ്കൂളിലൊക്കെ കുറേ കുട്ടികളെ കൊള്ളില്ല, വീട്ടിലും കുറേ കുട്ടികളൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അവരെ മോശക്കാരായിട്ടും പഠിക്കാൻ കൊള്ളാത്തവരായിട്ടും ഒക്കെ നമ്മൾ കാണുമ്പോൾ അത്തരം കുട്ടികൾ സന്തോഷം അന്വേഷിച്ചും അവർക്ക് അംഗീകാരം അന്വേഷിച്ചും ഒക്കെ പുറത്ത് പല കാര്യങ്ങൾക്ക് പോകും. അതും ഇത്തരത്തിൽ വഴിതെറ്റാനുള്ള സാധ്യതകളാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ബുദ്ധിയും കഴിവും ഒക്കെ മാതാപിതാക്കൾ കൊടുത്തതാണ്. അവർ അല്ലെങ്കിൽ ആ സ്കൂളിങ്ങിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ കുറവുകളൊക്കെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രശ്നങ്ങളാണ്, കുട്ടികളുടെ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് കുട്ടികളെ തരംതിരിച്ച് മോശമാക്കി അവരുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും കെടുത്തുമ്പോഴാണ് പലപ്പോഴും അവർ വഴിതെറ്റാനൊക്കെയുള്ള സാധ്യതകൾ കൂടുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കുക, വിവിധങ്ങളായ സാധ്യതകളും അവസരങ്ങളും ഒക്കെ നൽകി അവരെ പോസിറ്റീവായി നിർത്താമെങ്കിൽ, അതിന് തക്കവണ്ണം ഒരു സാമൂഹിക ജാഗ്രത എല്ലാവരും പുലർത്താമെങ്കിൽ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ട് ഈ സമൂഹത്തിൽ പോകത്തില്ല. അതിനുവേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. ഈ വീഡിയോ നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ആണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റിയാണ് നാളെ ഈ സമൂഹത്തിൻ്റെ ഭാവി, നാളെ ഈ സമൂഹത്തിൻ്റെ സമാധാനം, നാളെ ഈ സമൂഹത്തിൻ്റെ അഭിവൃദ്ധി. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.